റിസയുടെ മുറിയിൽ നിന്ന് കിട്ടിയ ആത്മഹത്യാക്കുറിപ്പും കൂട്ടുകാരിക്ക് അയച്ച വാട്സാപ്പ് സന്ദേശങ്ങളും തെളിവായി വീട്ടുകാർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. റിസ മരിച്ച അന്ന് തന്നെ ഭർത്താവ് ആസിഫ് വിദേശത്തേക്ക് കടന്നു. ദുബായിൽ ജോലിയായിരുന്നു ആസിഫിന്. പിന്നെ നടന്നത് ആ പെൺകുട്ടിയുടെ കുടുംബത്തെ തീരാസങ്കടങ്ങളിലേക്ക് തള്ളിവിട്ട സംഭവങ്ങളായിരുന്നു. ഓനിക്ക് സന്തോഷായിരിക്കും, പക്ഷെ എൻ്റെ ഉപ്പയും കഴിയൂല. ആദ്യം ഇങ്ങനെ ഉരുകി തീരണം, എനിക്ക് കഴിയൂല. ആടെ ആരെല്ലാം ഉപദ്രവിച്ചെന്നുള്ളത് ആ കത്തിലേ അറിയാം. എനിക്കറിയില്ല, എന്നോട് പറഞ്ഞിട്ട് ഞാൻ എല്ലാം പറഞ്ഞു തരൂല. ഞാൻ വിടൂലല്ല എൻ്റെ മോള, അവർക്ക് കുരുതി കൊടുക്കാനായിട്ട് വിടൂലല്ല. നമ്മളെ മുന്നിൽ ഉപ്പാനും ഉമ്മാനും അത്രയും വിഷമിപ്പിക്കാത്ത ഒരു ജീവിതമാണ് കണ്ടത്. കഴിഞ്ഞ ചൊവ്വാഴ്ച രാത്രിയാണ് പൊയ്ത്തുംകടവിലെ സ്വന്തം വീട്ടിലെ കിടപ്പുമുറിയിൽ റിസയെ തൂങ്ങി മരിച്ച നിലയിൽ കാണുന്നത്. 4 മണിക്ക് പോകുമ്പോൾ കുട്ടി കട്ടിൻ്റെ ഇത് കിടന്നിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ചോദിച്ച മോള് ചോറൊന്നു ഇല്ലാന്ന് പറഞ്ഞു. നമ്മളെ മോള് ചോറ് തിന്നണേ ഇപ്പോൾ പോയെന്ന് പറഞ്ഞിട്ട് ഇറങ്ങിപ്പോയതാ. എന്നിട്ട് രാത്രി പണിയെല്ലാം കഴിഞ്ഞ് ഇവിടെ മടങ്ങി വരുമ്പോൾ നമ്മളെ അളിയൻ്റെ ഭാര്യയും അളിയനും ഇവളെ കാണാൻ വന്നില്ല. അന്നേരം ഓൾ ആ തായലേക്ക് ഇറങ്ങിയതിന് ശേഷം ഓള് അവർ ചായലും കുടിച്ച് പിന്നെ വീട്ടിലേക്ക് കയറി കുളിക്കട്ട് ഉമ്മാന്ന് പറഞ്ഞിട്ട് ചിരിച്ച് ഫോൺ കൈ പിടിച്ചിട്ട് പോയതാണ്. ഏറെ നേരമായിട്ടും ഫാത്തിമത്തുൽ റിസ മുകൾ നിലയിലെ കിടപ്പുമുറിയിൽ നിന്ന് താഴെ വന്നില്ല. 9:10 മോള് ഇറങ്ങിയില്ല. എൻ്റെ പെങ്ങള് പറഞ്ഞു ഇല്ല, ഓള് ഇറങ്ങിയില്ല. ഞാൻ ഇത്ര സമയം എന്താ നോക്കി കുളിക്കേണ്ടത്, നമുക്കൊന്ന് പോയി നോക്കാലാം. ഞാൻ പറഞ്ഞു കയറി തട്ടി മുട്ടി നോക്ക്. ഞാൻ പറഞ്ഞാൽ ഇത് പോകുന്നില്ല, നീ ഒന്ന് ചവിട്ടി പൊളിച്ചോളാം. അത് കയറുമ്പോൾ കുട്ടി ഈ ഫാനിൻ്റെ വീട്ടിൽ ഇങ്ങനെ തൂങ്ങിയിട്ട് നിൽക്കുന്നതാണ്. അത് കണ്ടേരം തന്നെ എനിക്ക് എൻ്റെ നേരത്തോട്ട് പോയി. നമ്മളൊരു കേസ് ഇതുവരെ പറഞ്ഞില്ല, അങ്ങനെ ബുദ്ധിമുട്ടുണ്ട് ഭർത്താവ് ഇങ്ങനെ ചെയ്യുന്നുണ്ട്. എല്ലാം പറയുന്നത് ഫ്രണ്ടിൻ്റെ അവിടെ കൂട്ടുകാരോട് വോയിസ് ക്ലിപ്പിലെല്ലാം കൃത്യമായിട്ടും പറയുന്നുണ്ട്. അതിനെ വല്ലാണ്ട് മർദ്ദിക്കുന്നുണ്ട്, അങ്ങനെ ചീത്ത വിളിക്കുന്നുണ്ട്. ഭയങ്കര സംശയം നോക്കി. എനിക്കിങ്ങനെ നിൽക്കാൻ കഴിയുന്നില്ല, പേടിയാവുന്നില്ല. ആച്ചിക്കാരൻ്റെ ഭാഗമായിട്ട് വെറുതെ ആവശ്യമില്ലാണ്ട് എന്തെല്ലോ കാരണം പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് അടിയാക്കിയതല്ല. വേണ്ടാണ്ട് ഓൻ ചെയ്യുന്നതിന് ഞാൻ ഓനെ ചോദ്യം ചെയ്യും. ഓൻ എന്നെ കുറ്റക്കാരിയാക്കല, എന്നെ സംശയം എന്ന് പറയട്ടെ. ഏപ്രിൽ 11 ഗൾഫിലേക്ക് പോയി വിസിറ്റിങ്ങിന് 2 മാസത്തേക്ക്. അവിടെ നിന്നാണ് കൂടുതൽ പീഡനം. അവിടെ അവൻ്റെ 4 ഫ്രണ്ട് വന്നിട്ട് MDMA വന്നിട്ട് അവിടെ ഉപയോഗിക്കലും ഇവളെ പീഡിപ്പിക്കുകയും മർദ്ദിക്കുകയും കൂടുതൽ വിഷമങ്ങൾ അവിടെ നിന്ന് ഉണ്ടാക്കിയാണ് കൂട്ടുകാരോട് പറഞ്ഞത്. ഓന് ആ നാടുള്ളപ്പം തന്നെ ഓനെല്ലാം യൂസ് ആക്കലുണ്ട്. ഓന് ബാത്റൂമിൽ കയറിയിട്ട് പൊടി അടിക്കുന്നത് പോലെ ഓനെ യൂസ് ആക്കലുണ്ട്. ഇതെല്ലാം ആത്മഹത്യാക്കുറിപ്പിൽ റിസ എഴുതി വെച്ചിരുന്നു. എൻ്റെ റൂമിൽ കല്യാണത്തിന്റെ ലഹങ്ക വെച്ചതിൻ്റെ ഉള്ളോട്ടായിട്ടൊരു റെഡ് കവറുണ്ട്, അതിൽ 2 പേപ്പറുണ്ട്. അത് നീ എടുത്തിട്ട് ഉപ്പാക്ക് കൊടുക്കണം. ഓനങ്ങനെ നല്ലോനായിട്ട് ജീവിക്കണ്ടാണ്. സൂചന ഒരു ചെറിയൊരു അംശം അറിയുമെങ്കിൽ ഞാൻ കൊടുക്കൂല, കാരണം എനിക്ക് മക്കൾ അത്ര ഇതാ. അപ്പോഴാണ് മാർച്ച് 1 ഭർത്താവിന്റെ വീട്ടിൽ വെച്ച് റിസ ജീവനെടുക്കാൻ ശ്രമിച്ചിരുന്ന കാര്യവും വീട്ടുകാർ അറിയുന്നത്. അവരെന്നിട്ട് ഹോസ്പിറ്റലിലേക്ക് ചാല മിംസ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി എന്ന് പറഞ്ഞു. പോയിട്ടും അവരൊരു വാക്ക് ഇങ്ങനെ മോൾ ഇങ്ങനെ ചെയ്തിട്ടുണ്ട് എന്നിട്ട് ഒരു വിവരം ഈ സമയമായിട്ട് നമ്മളെ അറിയിച്ചിട്ടില്ല. ദുബായിൽ ജോലി ചെയ്തിരുന്നപ്പോഴും മാസത്തിൽ പലതവണ ആസിഫ് നാട്ടിലെത്തുമായിരുന്നു. 1-2 ദിവസം നിന്ന ശേഷം തിരികെ മടങ്ങും. ഇതിലും നാട്ടുകാർക്ക് ഇപ്പോൾ സംശയങ്ങളുണ്ട്. റിസയുടെ സുഹൃത്തുക്കൾക്ക് അയച്ച ഒരു സന്ദേശത്തിൽ